വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മണി മാത്ത് അല്ലെങ്കിൽ പണക്കണക്കുകൾ. അത് ഓൾറെഡി നമ്മളത് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മുടെ ചാനൽ ഇട്ടതാണ് കേട്ടോ. നിങ്ങളൊന്ന് കയറി കാണണേ, എല്ലാ കണക്കുകളും നമ്മൾ ഇട്ടതാണ്. പിന്നെ അതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻ ആൻസറുകൾ കേട്ടോ. ആ മണിമാത്ത അല്ലെങ്കിൽ പണക്കണക്കുകൾ എന്ന് പറയുന്നതിനകത്തിലെ എല്ലാ കണക്കുകളും ഇട്ടതാണ്. ഞാനൊരു 6 എണ്ണം അതിനകത്ത് നിന്ന് എടുത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം കുഞ്ഞുങ്ങളെ. അഥവാ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലോ കേട്ടോ, കമൻറ്റ് ബോക്സിൽ ആർക്കും സംശയമായിട്ട് പറഞ്ഞില്ല, എന്നാലും ഈ ചാപ്റ്ററിൽ ഇനി സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, ഈ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണെന്ന് വെച്ചാൽ ഇതും ഡെസിമലും ഒക്കെ കേട്ടോ. ഡെസിമലൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാഠങ്ങളാണ് അതുപോലെ ലൈൻസ് ആൻഡ് ആംഗിൾ അതൊക്കെ നമ്മൾ നല്ലപോലെ പഠിപ്പിച്ചതാണ്. ഞാൻ അതിൻ്റെ ഒരു റിവിഷൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി ഞാനിപ്പോൾ ഇട്ടതിന് ശേഷവും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമുക്ക് എക്സാം ആണ്, ഇനിയിപ്പോൾ വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വൃത്തിയായിട്ട് ഈ പാഠം അങ്ങ് പഠിച്ചു വെച്ചേക്കണമെന്നില്ല കേട്ടോ. മണി മാത്ത് എന്ന് വെച്ചാൽ പണക്കണക്കുകൾ. അപ്പോൾ അതിനകത്തിലെ നമ്മൾ ഈ ഇങ്ങനെ നോക്കിയോളൂ ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? എന്താ 100 എന്നാണ് അല്ലേ. ഇപ്പം നമ്മളെടുത്ത് പറയാം 3%. ഇതിൻ്റെ അർത്ഥം എന്താ? പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം. ഇപ്പം 3% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ? 3/100 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇത് നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇപ്പം 25% അല്ലെ 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? 25/100, 25/100 എന്നാണ് അതിൻ്റെ അർത്ഥം. അതത്രയും പഠിച്ചല്ലോ കുഞ്ഞുങ്ങളെ. ഇത് നമ്മൾ എന്താണ് ശതമാനം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് മണിമാത്ത് എന്നാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ എല്ലാം ഇട്ടതാ, എല്ലാ കണക്കുകളും ഇട്ടതാ. എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ് ഇപ്പം 75% ആണ്. എന്താ, ഇപ്പം ഒരു ചുരിദാർ വാങ്ങിച്ചു അല്ലേ, അവിടെ എഴുതി വെച്ചിരിക്കുക 75% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ 75 എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർത്തോണം എന്താ? 75/100 എന്നാണ്. മനസ്സിലായോ? ഈ പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താണ്? 75/100 ആണ് കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പം 1500 രൂപയുടെ ഒരു ചുരിദാർ വാങ്ങിച്ചെന്ന് വെച്ചോ കുഞ്ഞുങ്ങളെ, അല്ലെ നിങ്ങളുടെ ഒരു ഷർട്ട് മേടിച്ചെന്ന് വെച്ചോ 1500 രൂപയാണ് കേട്ടോ. മനസ്സിലാക്കണേ. അപ്പോൾ അതിന് കടക്കാർ പറയുക, ഞങ്ങൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് തരാം. നിങ്ങൾ ഈ ഷർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര ശതമാനം നിങ്ങളെ? അപ്പോൾ ഷർട്ട് അല്ലേ, ഷർട്ടിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൂ ഞാൻ പറയുകയാണേ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് 1500 രൂപയാണെന്ന് പറഞ്ഞു. അവർ പറയുകയാണേ, നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇളവ് കേട്ടോ, വിലക്കിഴിവ് എന്നൊക്കെയാണ് പറയുന്നത് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുക ഒരു 10% ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മളോട് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്, ഡിസ്കൗണ്ട് ഉണ്ട്. ചോദ്യം മനസ്സിലാക്കണേ. 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഏതിനാ? 1500 ഷർട്ടിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ കടയുടെ മുന്നിലോട്ട് നോക്കിയാലും അല്ലേ, ഓരോ തുണിയുടെയും ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ, എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. ഇനിയായാലും നിങ്ങളത് കാണുമ്പോൾ ഇതെന്തുവായി എഴുതി വെച്ചേക്കുന്നത് പറയരുത് കേട്ടോ. ഷർട്ടിന് 1500 എന്തോ ആയിക്കോട്ടെ, ഏത് തുണിയോ ആയിക്കോട്ടെ, ഡിസ്കൗണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ എങ്ങനെ എഴുതും നമ്മൾ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? നമ്മുടെ എത്രയാണോ വില, ഇത് തന്നെ ആവണമെന്നില്ലല്ലോ കടയിൽ എഴുതി വെച്ചേക്കുന്നത്. എത്രയോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, എത്ര രൂപയായിക്കോട്ടെ അത് എഴുതുക. ഇൻറ്റു അടിക്കുക. ഇൻറ്റു ആണേ, ഇൻറ്റു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ നിൽപ്പുണ്ടല്ലോ ഇൻറ്റു അടിച്ച്, ഇൻറ്റു എത്ര ശതമാനമാണെന്ന് പറഞ്ഞേ? 10% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10/100 എന്നാണ്. ഈ അർത്ഥം നമ്മൾ കുറേ നേരം കൊണ്ട് പഠിച്ചു അല്ലേ. 3% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 3/100 അല്ലേ. 75 എന്ന് വെച്ച് കഴിഞ്ഞാൽ 75/100 അല്ലേ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 10% കണ്ടോ, 10% ആണ്. 10%ൻ്റെ അർത്ഥം എന്താ? 10/100. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു എന്തോത്തിൻ്റെയോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഒരു ടേബിൾ മേടിച്ചതിൻ്റെ വില, അല്ലെ ഒരു ചെയർ മേടിച്ചതിൻ്റെ, ഒരു ബോർഡ് മേടിച്ച്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് സാധനവും മേടിച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ, 10% ആണ്. എത്ര? ഇനി പെർസെൻറ്റേജോ എന്തോ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മുടെ വില എഴുതുക കേട്ടോ, വില എഴുതുക. പെർസെൻറ്റേജ് എത്ര ആണോ തന്നേക്കുന്നത്, എത്രയോ ആയിക്കോട്ടെ അത് എഴുതുക. /100 അത് എത്രയോ എഴുതിയാൽ പോരാ, അത് 100 തന്നെ എഴുതണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയോ തന്നിട്ടുള്ളത്. പക്ഷേ താഴെ വരയ്ക്ക് താഴെ കേട്ടോ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്നത് എന്താ? 100 തന്നെ എഴുതണം. അതിനൊരു മാറ്റവും ഇല്ല. കാരണം എന്താണ് നോക്കിയേ, ഇവിടെ എല്ലാം താഴെ കിടക്കുന്ന ആരാ? പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ആരാ?
ആരാ ഇല്ലയോ 100 ആണേ കേട്ടോ 100. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാലും താഴെ ആരായിരിക്കണം 100 കേട്ടോ. അപ്പോൾ ഇനി നോക്കിയേ, മുകളിലും താഴെയും 0 വന്നാൽ നല്ലപോലെ നോക്കണേ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ 6-ലല്ലേ, മുകളിലും താഴെയും 0 വന്നാൽ എന്ത് ചെയ്യും? മുകളിലും താഴെ വന്നാൽ വെട്ടിക്കളയാം. എന്നിട്ട് ഇവിടെ ഒരു 0, എത്ര എണ്ണമാണോ നമ്മൾ വെട്ടുന്നത്, മുകളിൽ എത്ര ആണോ വെട്ടുന്നത് അത്രേ താഴെ വെട്ടാവും. അല്ലാതെ 0 എല്ലാം കൂടെ കണ്ടെന്നാൽ അങ്ങ് വെട്ടിക്കളയാമെന്ന് വിചാരിക്കരുത്. എത്ര 0 ആണോ നമ്മൾ തുടങ്ങുന്നത്, നോക്കിയേ ഇവിടെ ഒരു 0, അപ്പോൾ ഇവിടെ ഒരു 0 വെട്ടി. ഇനി ഇവിടെ ഉണ്ടോ നോക്കിയേ, 10 ഉള്ളായിരുന്നു. ഇനി പക്ഷേ മേളിൽ തന്നെ ഇപ്പുറത്ത് കിടപ്പുണ്ട് അല്ലേ, ഇപ്പുറത്തും മേളിലാണ് കിടക്കുന്നത്. അപ്പം നമ്മളെന്താ, മേളിലെ ഒരു 0 വെട്ടി, താഴെ ഒരു 0 വെട്ടി. എങ്ങനെയുണ്ട്, മൊത്തത്തിൽ വെട്ടാം അല്ലേ, ഇല്ലയോ? മേളിൽ നമ്മൾ മീൻസ് ഈ വരയ്ക്ക് ഇത് ഫുള്ള് നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് വരച്ചോ. ഈ വരയ്ക്ക് മുകളിൽ എത്ര 0 ഉണ്ടോ അത്രയും 0 താഴെ വെട്ടാവും. നമ്മൾ 2 0 വെട്ടി താഴെ 2. അപ്പോൾ ഇനി ആരുണ്ട്, ഒരു 150 രൂപയുണ്ട് അല്ലേ. വേറെ ഒന്നുമില്ലല്ലോ. 1-ന്, അതായത് ഏതൊരു സംഖ്യയെ 1 കൊണ്ട് നമ്മൾ ഗുണിച്ചാലും അല്ല ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെയാണ്. അതും അറിയാവേ, ഏതൊരു സംഖ്യയെ കേട്ടോ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പം 200 × 1 എന്ന് വെച്ചാൽ എന്താ, 200 തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണേ നിങ്ങളെ. നമ്മൾ വിചാരിക്കും ഞങ്ങൾ ഇത്രയും പയറ്റി തെളിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് നിങ്ങൾ കയറി വരുന്നതിലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ഇപ്പോൾ കേട്ടോ 1 × 400 എത്രയാവും നിങ്ങളെ, 1 × 400 400 കേട്ടോ. അതായത് നമ്മൾ ഏതൊരു സംഖ്യയെ 1 വെച്ച് ഗുണിച്ചാലും 1 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താലും ആ സംഖ്യ തന്നെയായിരിക്കും കേട്ടോ. ഏതൊരു സംഖ്യയാണോ നമ്മൾ ചെയ്യുന്ന ആ സംഖ്യ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ 200 ആയതുകൊണ്ട് 200, 400 ആയതുകൊണ്ട് 400 കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 150 × 1 ഉള്ളൂ, കാരണം എന്താ 0 വെട്ടിപ്പോയി. അപ്പോൾ 150 × 1 150. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത് ഡിസ്കൗണ്ട്, 150 ആണ്. ഇത് കൊടുത്താൽ മതിയോ? 500 രൂപയുടെ 1500 രൂപയുടെ ഒരു സാധനത്തിന് ഡിസ്കൗണ്ട് 10% ഉണ്ട് എന്ന് പറഞ്ഞാൽ 150 രൂപ കൊടുത്താൽ മതിയോ? ഓടിക്കൂല്ലേ, വിട്ടോടാൻ പറയും. 180 രൂപയാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മുടെ യഥാർത്ഥ വില എത്രയാണോ, യഥാർത്ഥ വില എത്രയാണ് അവിടെ കൊടുത്തേക്കുന്നത്, 1500 രൂപ അല്ലേ. അതിൽ നിന്നും നമുക്ക് 10%, 10% ആണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് 150 രൂപയാണ്. അത് കുറച്ച് കാണിക്കുക. ഡിസ്കൗണ്ട് എന്ന് കേട്ടാൽ കുറയ്ക്കുക എന്നാണ് കേട്ടോ. ഡിസ്കൗണ്ട് എന്ന് കേട്ടാൽ കുറയ്ക്കണം കേട്ടോ. ഈ ക്ലൂ ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മുടെ ഈ പാഠത്തിൻ്റെ പരീക്ഷയ്ക്ക് പോകാൻ. ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണ്, യഥാർത്ഥ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് കുറയ്ക്കണം. ഇത് ഡിസ്കൗണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 10% എന്ന്. ഇനി അങ്ങോട്ട് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. കാരണം ഈ ചാപ്റ്റർ മൊത്തത്തിലല്ലേ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് പറയുകയാണ്. ഇത് ഡിസ്കൗണ്ട് ഓൾറെഡി നമുക്ക് 10% എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പാഠത്തിൽ തന്നെ എന്താണ്, നമ്മളോട് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ. അപ്പം ഇവിടെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, ഷർട്ടിൻ്റെ വില തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് 10% പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇൻഡ്യൂ ചെയ്തു. അപ്പം നമുക്ക് 150 രൂപ കിട്ടി. ആ 1500 ഏതാ, യഥാർത്ഥ ഷർട്ടിൻ്റെ വില. അതിൻ്റെ കോളറെ കിടപ്പുണ്ട് അല്ലേ, എല്ലാ ഷർട്ടിൻ്റെയും കോളറിൽ അതിൻ്റെ വില വരത്തില്ലേ. ആ വിലയിൽ നിന്നും നമ്മൾ ഈ 150 എത്ര ആണോ നമുക്കിവിടെ കിട്ടുന്നത് അത് കുറച്ച് കാണിക്കണം. 0-ൽ നിന്ന് 0 പോയാൽ 0 0-ൽ നിന്ന് 5. ഇതൊക്കെ എല്ലായിടവും തെറ്റുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ഒന്നുകൂടെ പറയുന്നത്. 0-ൽ നിന്നും 5 പോകത്തില്ല. പോകുമോ? തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നത് നോക്കിക്കേ, തൊട്ടിപ്പുറത്ത് 15 കിടക്കുന്നത് കേട്ടോ അല്ലേ. തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നത്, 15. 15-നകത്തുനിന്ന് 1 ഇങ്ങോട്ട് കടമെടുത്താൽ ഇവിടെ 14 കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരും, 0-ൻ്റെ കൂടെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 വരും. ഇതൊക്കെ ഇപ്പോഴും തെറ്റിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോഴും ഇത് കുറയ്ക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ട്, ഈ കടമെടുത്ത് ചെയ്യാൻ കേട്ടോ. 0-ൽ നിന്ന് 0 പോയാൽ 0 തന്നെ കുഞ്ഞുങ്ങളെ. 10 ഇവിടെ 0 ആയിരുന്നു. 0-ൽ നിന്ന് നമുക്ക് 5 എടുക്കാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 5 15 വേണേൽ കൂട്ടി വായിക്കാം, അല്ലെ 5 വിചാരിച്ചാലും മതി. 5-ൽ നിന്നും 1 ഇങ്ങോട്ട് കടമെടുത്തപ്പോൾ ഈ 0 അങ്ങ് 10 മാറി. 10-ൽ നിന്നും 5 പോയാൽ 5 കേട്ടോ. പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ, 4 ഉള്ളൂ അല്ലേ. ഈ 5-ൽ നിന്നല്ലേ അങ്ങോട്ട് കൊടുത്തേ. 4-ൽ നിന്ന് 1 പോയാൽ 3 പിന്നെ 1 കേട്ടോ. 1350 രൂപ വേണം നമ്മൾ ആ ഷർട്ടിന് കൊടുക്കാൻ. 1500 രൂപയുടെ ഷർട്ടിന് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പഠിക്കാമെന്നുണ്ടെങ്കിലേ നമ്മൾ ടെസ്റ്റിൽ എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ വില അല്ലേ. ഇവിടെ സാധനത്തിൻ്റെ വില എത്ര, 1500 രൂപയാണ് ഷർട്ടിൻ്റെ വില. അവിടുത്തെ ഡിസ്കൗണ്ട് എത്ര കുഞ്ഞുങ്ങളെ, 10% ഡിസ്കൗണ്ട് അല്ലേ. ഇനി ആ വില ഇനി എന്തോ ആയിക്കോട്ടെ, 1500 എന്നല്ല, എന്തോ ആയിക്കോട്ടെ, എമൗണ്ടും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടും തന്നിട്ട് ഒരു കണക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യുമെന്നാ, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ. ഈ മോഡൽ ഇനി ഏത് കണക്ക് വന്നാലും ചെയ്യാമല്ലോ. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. നമ്മൾ വിചാരിക്കും ടെസ്റ്റിലെ ചോദ്യം ഒന്നുമല്ല പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ. പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പഠിച്ച ചോദ്യം ഒന്നും അല്ല വന്നത് അല്ലേ. എന്തുകൊണ്ടാണ്, നമ്മളിൽ കാണാതെ പഠിച്ചിട്ട് പോകും.
ഈ ചോദ്യം ഒന്നും ആയിരിക്കത്തില്ല നിങ്ങൾ ഈ പ്രാവശ്യവും വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിലെല്ലാം മാറ്റം കാണും. നമ്മളിപ്പോൾ ഷർട്ടിന് 1500 കാണാതെ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ പോവും അല്ലേ, അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾ പറയേണ്ട എന്താണ്, ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില നമുക്ക് ഓൾറെഡി തന്നു, അതിൻ്റെ ഡിസ്കൗണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യും, അങ്ങനെ പഠിച്ചിട്ട് വേണം. വിലയും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടും തന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. 150 രൂപ നമ്മൾ കണ്ടുപിടിച്ചു, ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കുറയ്ക്കാന്നാ, അപ്പോൾ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് കുറയ്ക്കുക. ഇങ്ങനെ പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഒന്നാമത്തെ കണക്ക് ചെയ്യാം. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം തന്നെയാണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവർ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയോ നിങ്ങളെ അത് ഞാൻ ഒന്നുകൂടി എടുക്കുന്നത്. എന്താണ്ട് ഏഞ്ചലോ ടോമി ഒരാളുടെ പേരാ കേട്ടോ. ബോറോവിഡ് 45,000 rupees ഫ്രം എ ബാങ്ക്. ദ ഇൻട്രസ്റ്റ് 12%. ഹൗ മച്ച് ഷുഡ് ഹീ പേ ബാക്ക് ആഫ്റ്റർ 1 year? ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്നും നോക്കണേ 45,000 രൂപയാണ് കടമെടുത്തത്. നമ്മുടെ ഏഞ്ചലോ ടോമി ഉണ്ടല്ലോ, ഇനി ആ പേര് മാറ്റി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരങ്ങ് കിട്ടും. ഏഞ്ചലോ ടോമി എന്നൊക്കെ വെച്ചാൽ ഇല്ല, എനിക്കൊരു ടോമിക്കുട്ടനുണ്ട്. എൻ്റെ ടോമി എന്ന് പറയുന്ന ഒരു ഐഡിയ ഉള്ള ഒരു ഉണ്ട് കേട്ടോ. ഇത് ആരാന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ, നിങ്ങളെ ഇനി ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ കേട്ടോ. അപ്പം പിന്നെ അങ്ങനെയുള്ള എൻ്റെ ടോമിക്കുട്ടനാ കേട്ടോ. അപ്പോൾ ആ ടോമിക്കുട്ടന് എന്താ ഒരു ബാങ്കിൽ നിന്ന് 45,000 രൂപ എന്താ കടമെടുത്തു കേട്ടോ. അന്നേരം 12% പലിശ നിരക്കാണ്. ബാങ്കുകാരൻ പറഞ്ഞു, മോനെ ടോമി, നീ ഈ പൈസ എടുത്തുകൊണ്ട് പോന്നോളാം, 12% പലിശ കേട്ടോ, നീ അത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അടയ്ക്കണേ എന്നും പറഞ്ഞാണ് കൊടുത്തു വിടുന്നത്. നീ 45,000 രൂപ എടുത്തുകൊണ്ട് പോന്നോളാം, 12% പലിശ കേട്ടോ. 1 വർഷം കഴിയുമ്പോൾ അപ്പോൾ രൂപ എന്ത് ചെയ്യണം, എത്ര രൂപയായിരിക്കും നമ്മുടെ ടോമി കുഞ്ഞ് കൊണ്ട് കൊടുക്കേണ്ടത്? എത്ര രൂപയായിരിക്കും നിങ്ങളെ നോക്കി? ഏഞ്ചലോ ടോമി അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ വേർഡ് പ്രോബ്ലം അല്ലേ, ഏതൊരു കണക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ തന്നിരിക്കുന്നത് നമ്മളങ്ങ് പറക്കി എഴുതണം. എന്തൊക്കെയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതങ്ങ് പറക്കി എഴുതണം. നോക്കി ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, എത്ര രൂപ നിങ്ങളെ? നമ്മുടെ ഏഞ്ചലോ ടോമി ബോറോവിഡ് 45,000 രൂപ കടമെടുത്തു. അപ്പം നമുക്ക് അത് എഴുതിക്കൂടായോ കേട്ടോ. പേരെഴുതി ഇല്ലെങ്കിലും വേണ്ടിയില്ല. കടമെടുത്ത തുക എത്രയാണ്? കടമെടുത്ത ബോറോ എന്നാണ് കടമെടുക്കുകയെന്ന് കേട്ടോ. ബോറോവിഡ് എന്ന് വെച്ചാൽ കടമെടുത്ത പണം. ബോറോവിഡ് മണി എവിടെ നിന്നാ? ഫ്രം ബാങ്ക്. ബാങ്കിൽ പോയല്ലേ എടുത്തത്, ഫ്രം ബാങ്ക് അല്ലേ. എങ്ങനെ പറയും? ബാങ്കിൽ നിന്നും കടമെടുത്തത് കേട്ടോ. ബാങ്കിൽ നിന്ന്, ഫ്രം എന്ന് വെച്ചാൽ നിന്ന് അല്ലേ. ബോറോഡ് എന്ന് വെച്ചാൽ കടമെടുത്ത മണി അല്ലേ. മണി എന്ന് വെച്ചാൽ എന്താ? കടമെടുത്ത തുക എന്നോ പണമെന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. എത്ര രൂപയാണ് നമ്മുടെ ടോമി കുഞ്ഞെടുത്തത്? 45,000 രൂപയാണ്. പൂജ്യമൊക്കെ കറക്റ്റായിട്ട് അറിയണം കേട്ടോ. 1000 ആകുമ്പോൾ എത്ര? 3 പൂജ്യം, 45,000 അല്ലേ, 45,000. ഇനി എന്താണ് ഇൻട്രസ്റ്റ്? അപ്പം എടുത്തോണ്ട് മോനെ ടോമി, നീ ബാങ്കിൽ നിന്ന് പൈസയൊക്കെ എടുത്തോണ്ട് പോന്നോളാം. എത്ര ഇവിടുത്തെ പലിശ, ഇൻട്രസ്റ്റ് എത്ര നിങ്ങളെ? 12% ആണേ. നോക്കിയേ, പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ അത് വേണമെങ്കിൽ അവിടെ എഴുതിക്കോ, 12/100 എന്നാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മാത്സിൻ്റെ പേപ്പറിൽ വെച്ച് അങ്ങ് താങ്ങിക്കോണം കേട്ടോ. അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പം ബാങ്കിൽ നിന്നും കടമെടുത്തത് 45,000 ആണ്. ഇൻട്രസ്റ്റ് പലിശ 12% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 12/100 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, അറിയാവുന്നതൊക്കെ അങ്ങ് പറക്കി എഴുതിക്കോ. നമുക്കറിയാവുന്ന ടീച്ചറിനെയും കൂടെ അറിയിപ്പിക്കണ്ടേ അല്ലേ. 12 എന്ന് വെച്ചാൽ 12/100 ആണെന്ന് ഞങ്ങൾക്ക് അറിയാം ടീച്ചർ. അപ്പോൾ എന്ത് ചെയ്യണം? മുമ്പ് നമ്മൾ പറഞ്ഞതല്ലേ, ഷർട്ടിൻ്റെ പറഞ്ഞതാ. ബാങ്കിൽ നിന്നും കടമെടുത്ത തുക എത്ര നിങ്ങളെ? 45,000 രൂപയാണ് ബാങ്കിൽ നിന്നും കടമെടുത്തത് അല്ലേ. എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞത്? 12% അല്ലേ. പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ? by 100. ഇതാണ് സംഭവം. പിടികിട്ടിയോ? മുമ്പ് നമ്മളെ ഷർട്ടിൻ്റെ ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? മേലിൽ 0 ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്, താഴെയുണ്ട്. മേലിൽ ഇനിയുണ്ടോ? ഉണ്ട്, ഒരെണ്ണം ഉണ്ട്, താഴെയുണ്ട്. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. വെറുതെ വെട്ടിക്കളയിലോ ഉണ്ടെങ്കിലേ വെട്ടാവൂ. അപ്പോൾ ഇനി വെട്ടാത്തത് ആരൊക്കെയാണ്? 450 × 12 ആണ്. ഇനി അതാണ് ഉള്ളത്. കാരണം എന്താ? താഴെയുള്ള 2 പൂജ്യം വെട്ടി, മേളിലുള്ളത് പൊട്ടി. ഇനി വെട്ടാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മതി, അല്ലെങ്കിൽ ടീച്ചറെ എന്ത് വെട്ട് കിട്ടും കേട്ടോ. അപ്പം 450 × 12 ആണ്. ഇൻറ്റു ആണേ കേട്ടോ, ഇൻറ്റു 12. 0 2 0 5 2 10 ശിഷ്ടം 1 2 4 8 1 9 0 1 0 1 5 5 1 4 4 0 0 9 5 14 അല്ലേ. 9 5 14 4 1 5. ഓക്കെ ആണോ? അപ്പോൾ എത്ര വന്നു? 5,400 വന്നല്ലേ. 5,000 അപ്പം നോക്കിയോ നിങ്ങളെ, 450 × 12 അല്ലേ.
450 ഇൻറ്റു 12 വന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റു 12 എടുത്താണ് 5400 രൂപയാണ് കേട്ടോ. 5400 എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പോൾ കണ്ട എന്താ, ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 4500 രൂപ, 45,000, ഞാൻ 4500 എന്ന് പറഞ്ഞിട്ട് 45,000 രൂപ കടമെടുത്തു. 12% പലിശയിലാണ്. അത് അത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കാണുമ്പോഴേ ഈ മോഡലാണ് ഓർത്തോണം കേട്ടോ. 45,000 ഇൻറ്റു 12/100 എന്ന് വെച്ച് ചെയ്യുമ്പോൾ മേളിലും താഴെയും കിടക്കുന്ന 0 കട്ട് ചെയ്ത് പോയാൽ പിന്നെ 450 ഇൻറ്റു 12 ഉള്ളൂ. അതിനെ നമ്മൾ ഗുണിച്ച് നോക്കുമ്പോൾ 5400 നമുക്ക് എന്ത് കിട്ടിയത്, ആ പലിശ കിട്ടിയത് കേട്ടോ. 12% പലിശ എന്ന് പറയുന്നത് പലിശ നിരക്ക് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ എന്താണ്, ആഫ്റ്റർ 1 ഇയർ എങ്ങനെ എഴുതണം കുഞ്ഞുങ്ങളെ, ഡിപ്പോസിറ്റ് ചെയ്ത നമ്മൾ ഡിപ്പോസിറ്റഡ് ചെയ്ത എമൗണ്ട് ആഫ്റ്റർ AFTR ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 1 ഇയർ എന്താ അതിൻ്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ, ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടക്കേണ്ട തുക എത്ര രൂപയായിരിക്കും? നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയത്, 5400. നമ്മൾ എത്ര രൂപയാണ് ബാങ്കിൽ പോയി എടുത്തത്, അത് മറക്കല്ലേ. 45,000 രൂപ പോയി ബാങ്കിൽ നിന്ന് എടുത്തു. 12% പലിശ നമ്മൾ കിട്ടി 5400. ഇപ്പോൾ 00405 കേട്ടോ. 50,400 നമ്മൾ എന്ത് കൊടുക്കേണ്ടത്. 45,000 രൂപയെ പോയി എടുത്തുള്ളൂ കേട്ടോ. 12% എടുത്തപ്പോഴേ ബാങ്കുകാരൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോകുന്നോളാം, പലിശ തരണമെന്ന്. എത്ര, 50,400. ഈ കണക്ക് ഓക്കെയാണോ നിങ്ങളെ? ഇതേലെ ഈ മോഡലായിരിക്കും ഇതാണോ ചോദിക്കുന്ന പരീക്ഷയ്ക്കല്ല, ഇതൊരു മോഡൽ മാത്രമാണെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. ഇതേലെ മോഡൽ നിങ്ങൾ നല്ലപോലെ പഠിച്ചോണേ. ഇത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും കേട്ടോ, പഠിക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ, ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നോക്കണേ. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവിടെ അടുത്ത മാസം മുതൽ ഒരു വെറൈറ്റി അല്ലേ, അടുത്ത മാസം മുതലൊക്കെ നമ്മൾ ചെയ്തതാ 5% വില കുറയ്ക്കാൻ അവർ തീരുമാനിച്ചു. ഓണം ഓഫറെന്നോ അപ്പോൾ ക്രിസ്മസ് ഓഫറെന്നോ ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ TV എടുക്കുന്നതിനെക്കാട്ടും 5% മുതൽ അടുത്ത പ്രാവശ്യം കുറയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴത്തെ വില എത്ര നോക്കിയേ, 45,000 രൂപയാണ് ഇപ്പോഴത്തെ. അതും 45,000 കേട്ടോ, 45,000 രൂപയാണ് ഇപ്പോഴത്തെ വില. ടെലിവിഷൻ അടുത്ത മാസം നമ്മൾ എന്ത് വില കൊടുക്കുമെന്ന്. ടെലിവിഷന് അവിടെ നമുക്ക് പെർസെൻറ്റേജാണ് തന്നിരിക്കുന്നത് കേട്ടോ. 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. 5% അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് 5% വില. അപ്പം നമുക്ക് എന്തൊക്കെ ഇതിൽ തന്നിട്ടുണ്ട് നോക്കിയേ. എ TV manufacturer decide to reduce the price of 5% from the next month. What will be the price next month of a TV which cost 45,000 rupees now? ഇപ്പോഴത്തെ വില. അപ്പോൾ TVയുടെ വില നമ്മൾ സ്റ്റെപ്പ് എഴുതാൻ മറക്കരുത്. TVയുടെ വില, ഈ സ്റ്റെപ്പിന് മാറുന്നുണ്ട് കേട്ടോ. TVയുടെ വില, അതായത് വില എന്ന് വെച്ചാൽ എന്താ, കോസ്റ്റ് ഓഫ് TV അല്ലെ ടെലിവിഷൻ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. എത്ര നിങ്ങളിവിടെ 45,000 45,000 TVയുടെ വില, അതിന് സംശയമില്ലല്ലോ. ഇനി പ്രൈസ് തന്നിട്ടുണ്ട് എത്ര, നമുക്ക് അവിടെ എത്ര രൂപ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. കുറയ്ക്കുക എന്ന് പറയുന്നതിനെ റെഡ്യൂസ് എന്നല്ലേ കേട്ടോ, അതൊക്കെ അറിയണേ. റെഡ്യൂസ്ഡ് പറഞ്ഞിരിക്കുന്ന വില എന്ന് വെച്ചാൽ കുറഞ്ഞ അല്ലെ കുറച്ച, അവർ കുറച്ചു അല്ലേ. എത്ര രൂപ കുറച്ചെന്നാണ് പറഞ്ഞത്, കുറച്ച വില എന്നോ, കുറച്ചു. റെഡ്യൂസ് എന്ന് വെച്ചാൽ കുറയ്ക്കുകയാണ്. കുറച്ച വില എത്ര, 5% അവർ കുറയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മറക്കരുത്. ഇത്രയൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് TVയുടെ വിലയായ 45,000 ഇല്ലേ, എത്ര ശതമാനമാണ്, 5% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, 5/100. നിങ്ങളത് മറക്കല്ലേ. ചോദ്യം നല്ലപോലെ വായിച്ച് നോക്കിയിട്ടേ എഴുതാവൂ. ഇനി അങ്ങോട്ട് പോകുമ്പം എന്താ മാറും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. 5% ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. 5%ൻ്റെ അർത്ഥം നമുക്കറിയാം, 5/100. ഒരു സാധനത്തിൻ്റെ വില തന്നിട്ടുണ്ട് 45,000. 0 മേളിലുണ്ടെങ്കിൽ താഴെപ്പെട്ട, 0 മേളിലുണ്ടെങ്കിൽ താഴെപ്പെട്ട. ഇനി വല്ലതും വെട്ടാനുണ്ടോ, ഇല്ല. അപ്പം 450 ഇൻറ്റു 5, 450 ഇൻറ്റു 5 എത്ര നോക്കിയേ, 450 ഇൻറ്റു 5. അതിന് 0 പിന്നെ ഇടാം കേട്ടോ. 5 5 25, ശിഷ്ടം 2, 5 4 20, 2 22. പിന്നെ നമ്മളൊരു 0 ഇടാറുണ്ട്, ആ 0 കൂടി ഇട്ടു. അപ്പോൾ എത്ര വന്നു, 2 2 5 0.
450 × 5 2250 രൂപയാണ് നമുക്ക് എന്ത് കിട്ടിയത് 5% ആകുമ്പം അതായത് കുറയ്ക്കാൻ പോകുന്നത്. ഇപ്പോഴുള്ള വിലയിൽ നിന്നും അവർ അടുത്ത മാസം 5% കുറയ്ക്കാൻ പോകുന്നത്. അതായത് 2250 രൂപയും കൂടെ കുറവുണ്ട്. അപ്പോൾ അവർ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ടെലിവിഷൻ്റെ അടുത്ത മാസത്തെ വില എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? ടെലിവിഷൻ്റെ അടുത്ത മാസത്തെ വില നിങ്ങൾക്കറിയാവുന്ന സ്റ്റെപ്പ് എഴുതിക്കോണം. ഞാനിത് എഴുതിയോണ്ട് ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല നിങ്ങളെ, അല്ലേ? എഴുതാം. നെക്സ്റ്റ് മന്ത്, അടുത്ത മാസത്തെ നെക്സ്റ്റ് മന്ത് എന്താ അതിൻ്റെ നെക്സ്റ്റ് മന്ത് ഓഫ് എന്തോത്തിൻ്റെ ആയിരുന്നു? ടി വിയുടെ അല്ലേ? ടി വി പ്രൈസ്. ഇതിങ്ങനെ എന്നെ ഒന്നും എഴുതുന്നില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത മാസത്തെ ടി വി എന്താ വില അല്ലേ? എത്ര? നമുക്ക് 45,000 രൂപയാണ് ടി വിയുടെ വില. നമുക്ക് എത്ര? 5% വെച്ചാൽ 2250 രൂപയാണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പം നോക്കിയേ, 0 നിന്ന് 0 പോയാൽ 0. ഇനി നോക്കിയേ, 0 നിന്ന് 5 പോകുമോ? ഇല്ല. തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നത്? നോക്കിയേ, 0ആണ്. എടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കണക്ക് അന്ന് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ഒരുമിച്ച് അങ്ങ് എടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് ഈ 0 നിന്നാണ് എടുക്കേണ്ടത്. ഈ 0 നിന്നാണ് 5 കുറയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പുറത്ത് നോക്കിയേ, 0 എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളപ്പോൾ ആ കിടക്കുന്ന സംഖ്യ മൊത്തത്തിൽ അങ്ങ് എടുത്തോണം കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. മൊത്തത്തിലെടുത്തേ കുഞ്ഞുങ്ങളെ 450 അല്ലേ? തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നത്? 0ൻ്റെ തൊട്ടിപ്പുറത്ത് മൊത്തം നോക്കിയേ 450. ഈ 450 നിന്നും ഒന്നങ്ങ് കടം കൂടുക കേട്ടോ. അപ്പോൾ ഈ 0 അങ്ങ് 10 ആവും. 450 നിന്ന് 1 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 449. അത് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. അതിൻ്റേതായ രീതിയിൽ എഴുതി വെക്കണം കേട്ടോ. ഈ 0 വന്നു കഴിഞ്ഞാൽ ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഒരു എളുപ്പവഴി പറഞ്ഞതാണ്. ഇനി അത് എന്താ നിങ്ങൾക്ക് അറിയാവുന്നവരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊരു എളുപ്പവഴി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ 0 നിന്ന് 0 പോയാൽ 0 ആണ്. ഇവിടെ തൊട്ടിപ്പുറത്തും 0 അല്ലേ? 0 നിന്ന് 5 പോകത്തില്ല. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്തു നിന്നല്ലേ കടമെടുക്കുന്നത്? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? തൊട്ട് ലെഫ്റ്റിൽ നിന്ന് കടമെടുത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ലെഫ്റ്റ് നോക്കിയേ 0. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പുറത്ത് പോകണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ അങ്ങ് എടുക്കണം. മൊത്തത്തിൽ എടുക്കുമ്പോൾ 450 450 നിന്നും 1 അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ 440 1 അങ്ങ് പോയില്ലേ? അപ്പം 449 ഉള്ളൂ. 10 നിന്ന് 5 പോയാൽ 5 ആണ്. 9 നിന്ന് 2 പോയാൽ 7 ആണ്. 4 നിന്ന് 2 പോയാൽ 2 ആണ്. 4 താത്തിറക്കി. അപ്പം നമുക്ക് 42,750 രൂപയാണ് എന്താ റുപ്പീസ് അല്ലേ? രൂപയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അടുത്ത പ്രാവശ്യം ടി വി മേടിക്കാൻ കൊടുക്കേണ്ടത്. എളുപ്പ വഴിയിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് അതുപോലെ തന്നെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. 2 ഓക്കെ ആണല്ലോ. അടുത്ത 3-മത്തെ നമുക്ക് 5 കണക്ക് ചെയ്യേണ്ടതുകൊണ്ടേ കേട്ടോ. ഒരു ബാങ്കിൽ എല്ലാം ഇതുവരെ ചെയ്തതൊക്കെ എന്താ? ഇതുവരെ എന്ന് വെച്ചാൽ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, 5% ഒക്കെ തന്നിട്ടുണ്ട്. അടുത്ത ബാങ്കിലോട്ട് കയറാം നമുക്ക്. ഇതുവരെ നമ്മൾ ടി വി കടയിൽ കയറി അല്ലേ, ഷർട്ട് വാങ്ങിച്ചു. നമുക്കിൻ്റെ ബാങ്കിൽ നിന്നും 26,750 രൂപ കടമെടുത്തു. നോക്കണേ, ഇത് അതുപോലെ തന്നെയാണ്. ഒരു ബാങ്കിൽ നിന്നും 26,750 രൂപ കടമെടുത്തു. ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 12%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? മുമ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലേ? എ പേഴ്സൺ ബോറോവ്ഡ് 26,750 rupees ഫ്രം എ ബാങ്ക് വേർ ദ ഇൻട്രസ്റ്റ് ഈസ് 12% ഈച്ച് ഇയർ. ഹൗ മച്ച് ഷുഡ് ഹീ പേ ബാക്ക് ആഫ്റ്റർ 1 year? അപ്പം നമ്മൾ കടമെടുത്തതാണ്. കടം എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? ബോറോ ചെയ്യുക അല്ലേ? ബോറോവിഡ് മണിയാണ്, കടമെടുത്ത പണം. ബോറോവിഡ് മണി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കടമെടുത്ത പണം അല്ലെങ്കിൽ തുക. എത്ര രൂപയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തത്? 26,750 രൂപയാണ് കേട്ടോ. ഇനി ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നോ വെറും ഇൻട്രസ്റ്റ് എന്നോ ഒക്കെ കൊടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? എന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പലിശ നമുക്ക് ഇതൊക്കെ തന്നിട്ടുള്ളതാട്ടോ. എത്ര? 12%. ഇത് ഇത്രയും 12%ൻ്റെ അർത്ഥം എന്താണ്? 12/100 കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിക്കുമ്പോൾ അടുത്ത മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ പോരെ നിങ്ങൾ. എന്താ? അതായത് 26,750-ന് 12% എന്ന് വെച്ചാൽ 12/100. മുകളിലും താഴെയും 0 ഉണ്ടോ? ഓക്കെ, ഒറ്റ 0. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0.
പിന്നെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ഏതാ? 26 75 ഇൻറ്റു 12/10. ഇതാണ് നമ്മുടെ ചോദ്യം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? പല വഴിയും ചെയ്യാം. നിങ്ങളെങ്ങനെ ചെയ്യും? ഒന്നും ചെയ്യേണ്ട, ഇതിനെ ഇതുകൊണ്ട് അങ്ങ് ചെയ്തു. കാരണം നിങ്ങളുള്ളത് തെറ്റിക്കേണ്ട. 26 75 ഇൻറ്റു 12 ഗുണിക്കാൻ അറിയാമല്ലോ നമുക്ക്, അല്ലേ? 2 5 10 ശിഷ്ടം 1, 2 7 14 1 15 ശിഷ്ടം 1, 2 6 12 1 13 ശിഷ്ടം 1, 2 2 4 1 5, 1 5 5, 1 7 7, 1 6 6, 1 2 2, 0 10 11 6 5 പിന്നെ 12, പിന്നെ എത്ര പറഞ്ഞാൽ 2 1 3, 32 100 അല്ലേ? 32,100 32,100 നമുക്ക് എന്ത് വന്നത്? ഇൻട്രസ്റ്റ്, പലിശ. ആദ്യം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം എന്താണ്? ആദ്യം കിട്ടുന്നത് നമുക്കതിൻ്റെ പലിശയാണ് കേട്ടോ. ആദ്യം കിട്ടുന്നത് പലിശയാണ്. ഇനി ഈ പലിശ നമ്മൾ ബാങ്കിൽ നിന്ന് പോയി കടമെടുത്തതാ അല്ലേ? കടമെടുക്കുമ്പോൾ അത് മൈനസ് ആണോ? ബോറോ നമ്മൾ ഒരു ബാങ്ക്, നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഒരു ബാങ്കിൽ നിന്ന് 26,750 രൂപ ചെന്ന് കടമെടുത്തു. ഒരു വർഷത്തെ പലിശ 12%. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ 12% എന്ന് പറയുന്നത് എന്താ? അവർക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനുള്ളതല്ലേ? നമ്മൾ യഥാർത്ഥ മുതലിൻ്റെ കൂടെ ഈ പലിശ എത്രയാണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനുള്ളതാണ് അല്ലേ? പലിശ കിട്ടുന്നത് ഇല്ലേ? മുതൽ മാത്രം കൊടുത്താൽ മതിയോ? അല്ല, പലിശയും കൂടി കൊണ്ടു കൊടുക്കണം. മുതൽ എത്രയായിരുന്നു നിങ്ങളെ? 26,750 രൂപയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? എമൗണ്ട് പേ ബാക്ക് അല്ലേ? നമ്മൾ കൊടുക്കേണ്ട തുക, എമൗണ്ട് പേ ബാക്ക് അല്ലേ? എന്ന് വെച്ചാൽ തിരിച്ചടക്കേണ്ട തുക, തിരിച്ചടക്കേണ്ട തുക അല്ലേ? എത്ര? 26,750 ഇൻറ്റു അല്ല പ്ലസ് അത് നമുക്ക് പലിശയും കൂടെ കൊടുക്കണം. മുതൽ മാത്രം പോരാ, പലിശ കൂടി കൊണ്ട് കൊടുക്കണം. മുതൽ മാത്രം കൊണ്ട് എന്നാൽ അവർ ഓടിക്കും അല്ലേ? അപ്പോൾ എത്ര? 26,750 പ്ലസ് 32,100 അല്ലേ? പലിശ 26,750 3,210 3000. ഇതിൻ്റെ കൂടെ എന്താ നമ്മളിവിടെ ഒരെണ്ണം ചെയ്യാണ്ട്? ഡിവൈഡ് 10 ഉണ്ട് കേട്ടോ. ഇതിനെ ഇത് നമ്മൾ ഇൻഡ്യൂ ചെയ്തു. അതിൻ്റെ കൂടെ താഴെ ഒരു 10 കിടപ്പുണ്ട് കേട്ടോ. ഡിവൈഡ് 10 ഉണ്ട് എന്ന് വെച്ചാൽ ഒരു 0 കട്ട് ചെയ്താൽ മതി. അതറിയാമോ? നമ്മൾ ഇപ്പം 100 ഡിവൈഡ് 10 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 0 കട്ട് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലാക്കണേ. 100 ഡിവൈഡ് 10 എന്ന് വെച്ചാൽ 10 ഇൻറ്റു 10 100 അല്ലേ? അപ്പോൾ എന്താ? ഈ ഒരു 0 അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 0 കട്ട് ചെയ്താൽ എത്ര വരും? 3210 വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? അപ്പോൾ ഇത് മാറ്റിക്കേ. 26,750 പ്ലസ് 3210 കേട്ടോ. എങ്ങനെ വന്നതിന് സംശയമുണ്ടോ? നമ്മളിവിടെ ഇൻറ്റു ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് എഴുതിയത്. ഇവിടെ ഒരു താഴെ ഒരു 10 കിടപ്പുണ്ട്. ഇതുവരെയുള്ള കണക്കിലെല്ലാം ഈ 0 വെട്ടി പോകുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് 0 വെട്ടാനില്ലാത്തതുകൊണ്ട് ആ 10 ഡിവൈഡ് ചെയ്യണം. ഒന്നും പേടിക്കേണ്ട. ഡിവിഷൻ കണ്ട് പേടിച്ച് ഓടിയൊന്നും വേണ്ട. ഒരു സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ടാൽ മതി. 0 ആണെങ്കിൽ എന്താ? ഒരു 0 കട്ട് ചെയ്താൽ മതി കേട്ടോ. 0 വരുവാണെങ്കിൽ ആ 0 അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതല്ല എന്താ സംഖ്യ വരുന്നെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 0 6 7 2 9 6 3 9 അല്ലേ 2. അപ്പോൾ ഇതായിരിക്കും കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ ബാങ്കിൽ കൊടുക്കേണ്ടത്. 29,960 രൂപ കൊടുക്കണം. 26,750 രൂപയായിരുന്നു പോയി എടുത്തത്. അവർ പറഞ്ഞു 12% നിങ്ങൾ ഒരു വർഷത്തേക്ക് കേട്ടോ. അപ്പോൾ എത്ര രൂപ അടയ്ക്കണം? 29,960 രൂപ കേട്ടോ. 3 ഓരോ കണക്കിനും. ഇപ്പം ഇതുവരെ ചെയ്ത കണക്കിനകത്തിലെല്ലാം നമ്മൾ എന്താ കടമെടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ വെച്ച് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ടൊന്ന് നോക്കണേ. വെൻ ബുക്ക് വേർ ബോട്ട് ഫോർ 450 രൂപയാണ്. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. വെൻ ബുക്ക് കേട്ടോ. വെൻ ബുക്ക് വേർ ബോട്ട് ഫോർ 450 rupees. A discount of 54 rupees was given. What percentage is the discount? അതായത് നമ്മൾ 450 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ 54 രൂപ കുറച്ച് കിട്ടി. കേൾക്കണേ, 54 രൂപ കുറച്ച് കിട്ടി. കിഴിവ് എത്ര ശതമാനമാണെന്നാണ് ഇപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ ആണെങ്കിൽ 100 പൈസ വെച്ച്, ഇപ്പം 50 രൂപയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നത്?
50 ആണെങ്കിൽ 50 ഇൻറ്റു 100 അല്ലേ, അല്ലെ 5 ആണെങ്കിലോ 5 രൂപയാണെങ്കിലോ 5 ഇൻറ്റു 100 എന്ന രീതിയിലാണ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 450 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ 54 രൂപ കുറച്ച് കിട്ടി. അതായത് നിങ്ങളുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം അത് കേട്ടോ. മണി ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതുവരെ തന്ന കണക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് 5% എത്ര ഓർമ്മയുണ്ടോ, 8% എത്ര, 10% എത്ര എന്നല്ലേ ഇതുവരെയുള്ള കണക്കിലെല്ലാം ചെയ്തത്. ഇതിനകത്തിൽ ഇങ്ങനെ വല്ലതും കിടപ്പുണ്ടോ, എവിടെങ്കിലും കിടപ്പുണ്ടോ? നിങ്ങൾ നോക്കിയേ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അതായത് നോക്കിയേ നമ്മളോട് എന്താ കിഴിവ് എത്ര ശതമാനമാണ്, നമ്മളോട് എത്ര, ഈ ശതമാനം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾ ഈ ക്ലൂ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത നോക്കി ഇപ്പുറത്തൊക്കെ ചെയ്തതിനകത്തിലെല്ലാം നോക്കിയേ 12%, 18%, 20% എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ നമുക്ക് എമൗണ്ട് ഇങ്ങ് തന്നേക്കുക, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ശതമാനം കണ്ടുപിടിക്കണം. അങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നോക്കുഞ്ഞില്ല, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് ഓഫ്, അതായത് എത്ര രൂപയാണോ കുറച്ച് കിട്ടിയത് എന്ന് നോക്കുക. ഡിസ്കൗണ്ട് കുറച്ച് കിട്ടിയത് എത്ര രൂപയാണെന്ന് നോക്കുക, മനസ്സിലായോ? ഡിസ്കൗണ്ട് എത്ര ആണെന്ന് നോക്കുക. ഫസ്റ്റ് അതങ്ങ് എഴുതുക. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ശതമാനം എന്നല്ലേ, ശതമാനമാണ് നമുക്ക് ഈ ചോദ്യം ഓർത്ത് വെച്ചേക്കണേ. മറ്റേതുപോലെയല്ല ഇത്. നമ്മൾ മറ്റേ ഇതുവരെയുള്ള നമ്മൾ 3 ചോദ്യത്തിലും നമുക്ക് പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, എമൗണ്ട് ഡിസ്കൗണ്ടും ഒക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യത്തിൽ നോക്കിക്കേ, നമ്മൾ വേണം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. അപ്പം അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഈസിക്കൽ ടു നമുക്ക് എത്ര നോക്കിക്കേ, കുറച്ച് കിട്ടിയ എമൗണ്ട് എത്രയാണോ അത് വേണം ഫസ്റ്റിൽ എഴുതാൻ കേട്ടോ. മനസ്സിലായോ? ഡിസ്കൗണ്ട് തുക, ഡിസ്കൗണ്ട് എന്ന് നമുക്ക് തന്നേക്ക് നോക്കി എത്ര ആണോ അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. 54 കേട്ടോ. എത്ര രൂപയാണ്? വെൻ ബുക്ക് വെയർ ബോട്ട്, 450 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയതാണ്. അപ്പോൾ അത് വേണം താഴെ, ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 450 വേണം താഴെ എഴുതാൻ. ഏതൊക്കെയാണ് മുകളിൽ ഇതുവരെ ഉള്ളതെല്ലാം നമ്മളോട് പറയുക. 2000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങി അല്ലേ, 5% എന്നാണെങ്കിൽ ശതമാനത്തിൻ്റെ അർത്ഥം 5/100 എന്നാണ്. ഇതുവരെയുള്ള കണക്കുകളെല്ലാം ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യണം ശതമാനം കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ എന്താ, 450 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ 54 രൂപ കുറച്ച് കിട്ടി. അപ്പോൾ ആ കുറച്ചത് വേണം മുകളിൽ കൊടുക്കാൻ. എത്ര രൂപയുടെ ബുക്കാണ് മേടിച്ചത്? 450. ഇവിടെ നമുക്ക് എന്താ കണ്ടത്? പെർസെൻറ്റേജിൻ്റെ അല്ലേ, ശതമാനത്തിൻ്റെയാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? 54 ഇൻറ്റു 100 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ വെട്ടാൻ ഉണ്ടല്ലോ, 450 ഇൻറ്റു 100. നോക്കിയേ, വെട്ടാനുണ്ട്. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. ഇനി നോക്കാം, 54 ഇൻറ്റു 10 എത്ര? 54ൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ? ഏതൊരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കണമെങ്കിലും അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. ബൈ 45. അപ്പം 540നെ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു 45, 45. ഓക്കെ, 4ൽ നിന്ന് 5 പോകത്തില്ല. അപ്പം എന്താ, ഇവിടുന്ന് കടവെടുത്തു. 14, 14ൽ നിന്ന് 5 പോലെ എത്ര? 6, 7, 8, 9, 10, 11, 12, 13, 14 എത്ര? 9 അല്ലേ, 9. പിന്നെ ഇവിടെ 4 0, പിന്നെ ഇവിടെ ഒരു 90 ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഈ 0 ആണിത്. 90. 45 ഇൻറ്റു 2 എത്ര? 45, 2, 2, 5, 10, ശിഷ്ടവും 90. അപ്പോൾ എത്ര വന്നു? 2. നോക്കിയേ, 90. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത്? നമുക്ക് എത്ര കിട്ടിയേ? 12 ആണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് എന്താ? 12% കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച പോലെ ആണോ ഇത്? 12%. ഓരോന്നും മുകളിലും താഴെ എഴുതുന്നത് തിരിഞ്ഞു പോവില്ല കേട്ടോ. എടുത്ത് ഞാൻ പറയാം, ഇത് നമുക്ക് പെർസെൻറ്റേജ് കാണാൻ. ഇതുവരെ ഉള്ളതിനൊക്കെ മുമ്പ് വരെ ചെയ്തതിനകത്തിലെല്ലാം പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായതാൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും മനസ്സിലാക്കി വെച്ചേക്കണം. തിരിഞ്ഞു പോകില്ല കേട്ടോ. സാധാരണ രീതിയല്ലേ നമ്മൾ 450 ഇൻറ്റു 54/100 എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. മനസ്സിലാക്കണേ കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി 5ാമത്തെ ചോദ്യം. 25,000 രൂപ നിക്ഷേപത്തിന് 1 വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ കിട്ടി. ഇത് നോക്കിയേ, ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 25,000 രൂപ നിക്ഷേപത്ത്, അതായത് 25,000 റുപ്പീസ് ഡിപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ഒരു ബാങ്കിൽ 25,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ നമുക്ക് പലിശ കിട്ടി. ഇൻട്രസ്റ്റ് ആയിട്ട് 2,000 രൂപ കിട്ടി. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോക്കിക്കേ, എത്ര ശതമാനമാണ്
കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ആ ചോദ്യം. നിങ്ങൾ മുമ്പ് ഞാൻ പറയില്ലേ, അത് മനസ്സിലാക്കണം. അപ്പം തന്നിരിക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. എമൗണ്ട് നമ്മൾ എന്താ ഡിപ്പോസിറ്റ് ചെയ്തല്ലേ, ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അല്ലേ, അതായത് നിക്ഷേപിച്ച തുക. നമ്മൾ എത്ര രൂപ നിക്ഷേപിച്ച തുക, എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്? 25,000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അവർ പറഞ്ഞു എന്താ ഇൻട്രസ്റ്റ് ഉണ്ട് നിക്ഷേപിച്ചാൽ. നിങ്ങൾ നിക്ഷേപിച്ചു, പൈസ കൊണ്ടിടുന്ന കൊള്ളാം കേട്ടോ. നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പലിശ തരാം കേട്ടോ. എത്ര? 2,000 രൂപ ഞങ്ങൾ പലിശ തരാം. 25,000 രൂപ നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ 2,000 രൂപ പലിശ തരാം കേട്ടോ. എങ്ങനെ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവർ എത്ര രൂപയായിരിക്കും നമുക്ക് എന്താ ഇൻട്രസ്റ്റ് ഇട്ടത് ഇല്ലേ? നമുക്ക് അങ്ങനെ ഒരു സംശയം നിർത്തില്ല. ഇവന്മാർ കള്ളത്തരമാണോ കാണിച്ച്, നമുക്ക് കറക്റ്റായിട്ടാണോ തന്നേ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിൻ്റെ നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ, വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്. അപ്പം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അല്ലേ എന്ന് വെച്ചാൽ എന്താ, എത്ര ശതമാനം പലിശയാണെന്ന് അല്ലേ. ഇൻട്രസ്റ്റ് അതായത് പലിശ എത്രയാണ്, പലിശ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണം? മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഏതാ ഇൻട്രസ്റ്റ് എത്ര ആണോ, അതായത് നമുക്ക് കിട്ടിയ തുക എത്ര ആണോ അത് വേണം ഫസ്റ്റിൽ എഴുതാൻ കേട്ടോ. എത്രയാണോ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ കേട്ടോ. 54 രൂപ കിട്ടി, കിട്ടിയത് വേണം എഴുതാൻ. പിന്നെ വേണം യഥാർത്ഥ വലിയ എമൗണ്ട്, യഥാർത്ഥ എമൗണ്ട് എന്ന് വെച്ചാൽ എത്ര ആയിരുന്നു മേടിച്ചാൽ അത് എഴുതാൻ. ഇൻറ്റു യഥാർത്ഥ 100. വെട്ടാൻ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ഇതെല്ലാം മേളി വരുന്നതാണ് കേട്ടോ. അത് ഓർത്തോണേ, ഇതെല്ലാം മേളി വരുന്നതാണ്. ഇനി നോക്കിയേ, എന്നാണ്ട് ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. കണ്ടോ? മേളിൽ എത്ര 0 ഉണ്ടോ അത്രയും 0 വെട്ടാം. അപ്പോൾ പിന്നെ ബാക്കി ഏതാ? 200 ഉണ്ട്. അതിനെ ഒരു 25 വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 200 അല്ലെ, 200നെ 25 വെച്ച് 100-നകത്ത് എത്ര 25 ഉണ്ട് കുഞ്ഞുങ്ങളെ? 100-നകത്തിൽ 5 അല്ലേ. 25 4 100. അതറിയാമോ? 25 4 100. അപ്പോൾ 25 8 200. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പോൾ എത്ര നമുക്ക് നോക്കിയേ, 8% അവന്മാർ നമുക്ക് പലിശ തന്നത്. ബാങ്കുകാരെ എത്ര, അവന്മാരെന്നല്ല മീൻസ് ആരാണോ തരുന്നത് കേട്ടോ, അതാ ഉദ്ദേശിച്ചത്. എന്താ നമ്മുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അല്ലേ, അങ്ങനെ തന്നെ പറയണം. അവരെല്ലാം ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ. നമ്മൾ അവന്മാരെന്ന് ഞാൻ പെട്ടെന്ന് ഉദ്ദേശിച്ച് മറ്റൊരാളെന്നുള്ള രീതിയിലാട്ടോ. 25,000 രൂപ നിക്ഷേപത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപയാണ് പലിശ കിട്ടിയത്. എത്ര ശതമാനമാണ് പലിശ എന്നാണ് ബാങ്കിലെ കാര്യമാണ്. അപ്പോൾ ബാങ്കിൽ എന്താണ് 25,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് 2,000 അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ്. 2,000 എങ്ങനെ ഈ എഴുതുന്നത് തെറ്റിപ്പോകരുത് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടിയത് ബൈ 25,000 ഇൻറ്റു 100. അപ്പോൾ എത്ര? 8% കേട്ടോ. ലാസ്റ്റ് ആണ് നോക്കൂ കുഞ്ഞുങ്ങളെ. ഫോർ ബുക്ക് വർത്ത് 480 റുപ്പീസ് എ ഷോപ്പ് ഗേവ് 72 റുപ്പീസ്. നോക്കി ഇതിനകത്ത് എവിടെയെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അങ്ങനെ എപ്പോൾ കണ്ടാലും എഴുതേണ്ടതാണ് കേട്ടോ. അപ്പം 480 രൂപ പുസ്തകം വാങ്ങിയപ്പോൾ 72 രൂപ കുറച്ച് കിട്ടി. അപ്പോൾ കുറച്ച് കിട്ടിയതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ആ കടയിൽ പുസ്തകത്തിന് എത്ര ശതമാനം വിലക്കുറവാണെന്ന്. അപ്പോൾ നമുക്ക് യഥാർത്ഥ വില നമുക്ക് ഒറിജിനൽ അല്ലേ, ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ വില. നമുക്ക് യഥാർത്ഥ വില അല്ലേ, പുസ്തകം വാങ്ങിയ എത്ര രൂപയ്ക്കാണെന്നാണ് പറഞ്ഞത്? 480 രൂപയ്ക്കാണ്. അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് ഒരു 72 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഈ 480 രൂപയുടെ പുസ്തകം വാങ്ങിച്ചപ്പോൾ 72 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. പെർസെൻറ്റേജ് വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ഇസിക്കൽ ടു അല്ലേ, നമ്മളത് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നോ എങ്ങനെ വേണമെങ്കിലും പെർസെൻറ്റേജ് എഴുതിയാലും മതി. പെർസെൻറ്റേജ് ഈസിക്കൽ ടു ആ ഡിസ്കൗണ്ട് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100 വേണം കേട്ടോ. 0 ഇനി വല്ലതും വെട്ടാനുണ്ടോ? ഇല്ല. 72 ഇൻറ്റു 10 720 ബൈ 48. 720 ബൈ 48. ഒരു 48 8 9 10 12 4 24 അല്ലേ. 24 ആയപ്പം 0 അത്രയ്ക്ക് 240. 48 5 നോക്കിയോ ഞാൻ. 8 40 ഇഷ്ടം 4 4 20 4 24 യെസ് 15. ഓക്കെ, നമുക്ക് എത്ര? 15%. അപ്പോൾ പെർസെൻറ്റേജ് കണ്ട് ഇത് 2 പഠിച്ചാൽ മതി. ഫസ്റ്റ് കണക്കിനകത്തിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയായിരുന്നു. ഇപ്പോൾ ചെയ്ത 3 കണക്കിലും എന്താണ് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര ആണ് അല്ലേ,
എത്രയാണ് നമുക്ക് എമൗണ്ട് തരും, നമ്മൾ അതിൽ നിന്ന് പെർസെൻറ്റേജ് ഈ ക്ലൂ പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ഇൻട്രസ്റ്റ് എത്രയാണോ നമുക്ക് കിട്ടിയത് അത് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. ഈ ക്ലൂ അറിയാവുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഇത്രയും മാത്രം പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പം ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്